എക്സാം അടുക്കാറാവുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ ആയിക്കോട്ടെ, അതല്ല നമ്മളിപ്പോ ലൈവ് ഒക്കെ പോകുന്ന സമയത്ത് ലൈവ് ചാറ്റില് ഏറ്റവും കൂടുതൽ കുട്ടികൾ തമ്മിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയോ? ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. അതായത് നമ്മൾ എന്തിനാണെന്ന് അറിയില്ല, അതായത് മറ്റുള്ളവർ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലയോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു കുറച്ചൊരു സമാധാനം കിട്ടുന്ന പോലെയാണ് അല്ലെ. അതായത് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും മിക്കവാറും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി പഠിക്കണം അല്ലെ, അല്ലെങ്കിൽ പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല, അല്ലെങ്കിൽ ഒന്നും തുടങ്ങിയിട്ടില്ല, പുസ്തകം തൊട്ടിട്ടില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന റിപ്ലൈ കമന്റ്സ് അല്ലെ. ഇത് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ഞാനും എൻ്റെ ലൈഫില് ഒരു സ്റ്റേജില് ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കായിരുന്നു, പഠിച്ചു കഴിഞ്ഞോ, പഠിച്ചിട്ട് എവിടെ എത്തി, പഠിച്ചിട്ട് നിൽക്കുന്നുണ്ടോ, ഓർമ്മ കിട്ടുന്നുണ്ടോ, ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് മിക്കവാറും കിട്ടുന്ന ഉത്തരം പഠിച്ചിട്ടില്ല എന്ന് തന്നെ ആയിരിക്കും അല്ലെ. അപ്പോ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് അത്തരത്തിലുള്ള റിപ്ലൈ തരുന്നത്? അതിൽ ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും സത്യസന്ധമായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവാത്തത് കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷെ അതിൽ മെജോറിറ്റി ആൾക്കാര് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും തൊട്ടിട്ടില്ല, പുസ്തകം തൊട്ടിട്ടില്ല, പഠിച്ചു തുടങ്ങിയിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും കള്ളാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മളൊരു ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും ആൻസർ? നമ്മുടെ ഫ്രണ്ടും നമ്മുടെ അതേ അവസ്ഥയിലായിരിക്കും, പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അല്ലെ. നമ്മൾ എക്സാം എടുക്കാറായിട്ട് നമ്മൾ ഒന്നും തന്നെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാതാവുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊരു ടെൻഷൻ വരാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഈ ചോദ്യവുമായിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നും അവരും ഇതേ അവസ്ഥയിലാണ് എന്ന് കേൾക്കാനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ നമ്മൾ ആ ഒരു ആൻസർ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി അതിൽ കുറച്ചു പേരെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പഠിച്ചു, ഇനി എനിക്ക് ആകെ 2 ചാപ്റ്ററും കൂടി ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ എല്ലാം റിവൈസ് ചെയ്തിട്ടുണ്ട് എന്ന് അവർ എപ്പോഴെങ്കിലും അവരുടെ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നീ വലിയ പഠിപ്പി, നീ ഫുൾ പഠിച്ചല്ലേ, നിനക്കെല്ലാം കിട്ടുമല്ലേ, നിനക്ക് നല്ല മാർക്സ് അല്ലേ, നീ നമ്മളെ കൂട്ടത്തിലൊന്നും കൂട്ടണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഒറ്റപ്പെടുത്താൻ തുടങ്ങും. ഈ കാര്യം നിങ്ങളും ചെയ്തിട്ടുണ്ടാവില്ലേ അല്ലെ? തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അതല്ല, നമ്മളെ പോലെ തന്നെ ഇങ്ങനെ പഠിക്കാതെ നടക്കുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത്. അതിൽ ആരെങ്കിലും സത്യം പറഞ്ഞപ്പോ അവരെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കോർണർ ചെയ്ത് ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. അത് ഭയന്നിട്ടാകും പലരും തന്നെ തിരിച്ച് നമ്മളോട് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷെ സത്യാവസ്ഥ അതാണോ? നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 90% നിങ്ങൾക്ക് ആ പഠിച്ചിട്ടില്ല എന്ന് ആൻസർ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനം കിട്ടുന്നല്ലാതെ ശരിക്കും റിയാലിറ്റിയിൽ നമ്മുടെ ഫ്രണ്ട്സ് പഠിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവുക? അവരുടെ ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ. മിക്കവാറും അതിന് ഇപ്പൊ പബ്ലിക് എക്സാമിന്റെ സമയത്താണ് നിങ്ങൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ റിസൾട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക, അയ്യോ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന് ഫുൾ A+ ഫുൾ മാർക്കും ഒക്കെ ഉണ്ടല്ലോ, ഞാൻ മാത്രമാണല്ലോ ഇങ്ങനെ മാർക്ക് കുറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾക്ക് അപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. പക്ഷെ അപ്പോ ആ കാര്യം റിയലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നുമില്ല. നമ്മളെ പോയ മാർക്സ്, നമ്മളെ പോയ അവസരം പോയത് തന്നെയാണ് അല്ലെ. റിയാലിറ്റിയിൽ എല്ലാവരും പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം എൻ്റെ കുട്ടികൾ എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി നമ്മളും പഠിച്ചു തുടങ്ങുക എന്നുള്ള ഒരു പോയിന്റിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. കാരണം ലാസ്റ്റ് മിനിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ കൂടുമ്പോൾ നമ്മൾക്കും എല്ലാവരും, നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കൂ, എല്ലാവരും പഠിച്ചിട്ടില്ല എന്നുള്ളൊരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നേ? നിങ്ങൾ ആരും പഠിച്ചിട്ടില്ല, നിങ്ങളെ ക്ലാസ് മുഴുവൻ തോറ്റുപോയി എന്ന് കരുതാ. അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റോ നമ്മുടെ എക്സാം സിസ്റ്റമോ നിങ്ങളെ എല്ലാവരും ഒരുമിച്ച് പാസ്സാക്കൊന്നുമില്ല. നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ലേ അത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ മക്കളെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി. ഓക്കെ, അപ്പൊ ആ ഒരു റിയാലിറ്റി എന്റെ കുട്ടികൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങുക. അപ്പൊ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മിസ്സിന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ നെക്സ്റ്റ് ഇയറിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ SSLC ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. കാരണം നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പോലെ അല്ല അല്ലെ, നമ്മൾ ഫുൾ A+ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഒരു സ്വപ്നം പോലെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും
പ്രത്യേകിച്ച് ഈ വർഷം SSLCയുടെ ചാപ്റ്റേഴ്സ് ഒക്കെ മാറിയിട്ടുണ്ട്, സിലബസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ മാറിയ സിലബസിലുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിലൂടെ പഠിക്കാൻ വേണ്ടി പറ്റും. ഈ ലൈവ് മിസ് ചെയ്താൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും, വർക്ക്ഷീറ്റ് ഉണ്ടാകും, എക്സാംസ് ഉണ്ടാകും. ഇതൊക്കെ വെച്ചിട്ട് എന്റെ കുട്ടികൾക്ക് നിങ്ങളുടെ SSLCയുടെ ഫുൾ A+ എന്ന് പറയുന്ന ആ ഒരു ഡ്രീം റിയാലിറ്റി ആക്കി മാറ്റാൻ വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യ ബാച്ചിലുണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മിസ് ഞങ്ങൾ ഇപ്പൊ 9ാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ, ഞങ്ങൾ ഇപ്പൊ തന്നെ 10ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കണോ? മക്കളെ, നിങ്ങൾ എന്തായാലും 10ാം ക്ലാസ് പഠിക്കണം, എന്തായാലും 10ാം ക്ലാസ്സിൽ ഫുൾ A+ എയിം ചെയ്യുന്ന മക്കളാണ് അല്ലെ? അപ്പൊ നിങ്ങൾ ഇപ്പൊ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിന്റെ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്, നമ്മുടെ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ഇപ്പൊ ഒന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ അല്ലെ ടെൻഷനോട് കൂടിയിട്ട് എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ ഇതുവരെ പുസ്തകം തൊട്ടിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് അറിയാം, ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. ഇത് നിങ്ങൾ ഇപ്പൊ നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ അഡ്മിഷൻ എടുത്താലും ലക്ഷ്യ ബാച്ചിലുള്ള ഫീച്ചേഴ്സ് കംപ്ലീറ്റ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇപ്പൊ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്കുള്ള ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ഈ ഫീച്ചേഴ്സ് നമ്മുടെ 9ാം ക്ലാസ്സിലുള്ള നമ്മുടെ ക്രാഷ് ബാച്ചിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എന്റെ കുട്ടികൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ, അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്രാഷ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ അഗ്നി ബാച്ചിലുള്ള നിങ്ങളുടെ സീനിയേഴ്സിന്റെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ +1 ബാച്ചിൽ നമ്മുടെ എക്സാമിനറുടെ കൂടെ പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയാണ്. ഇത് +2 ബാച്ചാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ റിസൾട്ട് ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നമ്മളുടെ എക്സാം വിന്നറിന്റെ SSLC ലക്ഷ്യ ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ ഈ ക്രാഷ് ബാച്ച് എന്റെ കുട്ടിക്ക് ഫ്രീ ആയി കിട്ടും. താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇനി അടുത്ത വർഷം ഫുൾ A+ ഒക്കെ വാങ്ങിക്കാനുള്ള മക്കളാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് ചോദിക്കുന്ന സമയത്ത് കോൺഫിഡൻസോട് കൂടി തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം എന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആ ഒരു ധൈര്യത്തോടു കൂടി, ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് SSLC ഫേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യും.